വാൾപ്പാറ. 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 வால்பாறை. வால்பாறை நல்லா இருக்கு. ஹாய், எப்படி இருக்க? இந்த வால்பாறை எப்படி அழகா இருக்கா? எப்படி இந்த டைம் எல்லாம் இங்க போற? வந்து கடை வச்சிருக்கிறேன், அதனால காலையில சாயந்தரம் வரைக்கும் அங்கே வேலை இருக்கும். எல்லாரும் வேலைக்கு போகிறோம். ஞாயிற்றுக்கிழமை ஃப்ரீனால நம்ம அப்படியே உட்காந்து அப்படியா? ஃபுட்பால் விளையாடுவோம். நீங்க விளையாடுமா? ஃபுட்பால் இப்போ விளையாடுவோம். பிளேயர் தான். அப்படியா? அப்படியா? சரி சரி. பிரதானம் இங்கே. இங்க நல்ல ஒரு கிரவுண்டு பார்த்த சந்தோஷம். ஸ்போர்ட்ஸுக்கு அருமையான கிரவுண்டு, எல்லாருமே விளையாடுவோம். இதுதான் என்னோட வால்பாறை. வால்பாறை வந்து எப்படி தெரியுமா? 7வது சொர்க்கம். വാൽപ്പാറ അതിസുന്ദരമാണ്. കടൽ പോലെ തേയിലത്തോട്ടങ്ങൾ, അവയ്ക്ക് ചുറ്റും രൂപപ്പെട്ട മനുഷ്യജീവിതങ്ങൾ. വിസ്തൃതമായ എസ്റ്റേറ്റുകൾക്കിടയിൽ മലയാളികളും തമിഴരും കൈകോർത്ത് വികസിപ്പിച്ച വാൽപ്പാറ ടൗൺ. ദേവാലയങ്ങൾ, തീർത്ഥാടന കേന്ദ്രങ്ങൾ, വിദ്യാലയങ്ങൾ, സാമൂഹിക സേവന കേന്ദ്രങ്ങൾ. ഇവിടുത്തെ ക്രൈസ്തവ സമൂഹവും സജീവമാണ്. വാൽപ്പാറയിലെ വികാരി ഷാജിയച്ചൻ നമ്മളെ കാത്തിരിപ്പുണ്ട്. കൂടുതൽ വിശേഷങ്ങൾ പള്ളിയിൽ ചെന്നിട്ടാവാം. ഇതാണ് ഇവിടുത്തെ മെയിൻ ടൗൺ അല്ലേ? ഇതാണ് ടൗണ്. ചെറിയ ടൗണാ. നമ്മുടെ കടകൾ ഇവിടെ ഉണ്ട്. ഇത് നമ്മുടെ ഇടവക്കാരുടെ ഒരു കട തന്നെ. ഇത് കയറിയാലോ? കയറാം. ഓക്കെ ഓക്കെ. ഇത് ഷോജി തെക്കിനടുത്ത്. ഓക്കെ. പള്ളിയുടെ അക്കൗണ്ടന്റാണ് കുറേ വർഷങ്ങളായിട്ട്. പല ക്വാളിറ്റീസ് ഉള്ളതായിരിക്കും ഇവിടെ വെച്ചിരിക്കുന്നത്. അതെ അതെ, ഒത്തിരി വെറൈറ്റീസ് ഉണ്ട്, ഒത്തിരി ഗ്രേഡ്സ് ഉണ്ട്. കൂടുതൽ ഇവിടുത്തെ ലോക്കൽ ടീ തന്നെയാണ് ഞങ്ങൾ വെച്ചിരിക്കുന്നത്. പുറമേ നിന്നുള്ള ടീ കൂടുതൽ ഞങ്ങൾ കാറ്റർ ചെയ്യുന്നില്ല. ഇവിടുത്തെ എല്ലാ എസ്റ്റേറ്റിലെ എല്ലാ ടീ വെറൈറ്റീസും വെച്ചിട്ടുണ്ട്. ഓക്കെ 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 ഓക്കെ. ഈ ടൗൺ ആണെങ്കിലും അത്യാവശ്യം ഒരു 8-9 മണി വരെയൊക്കെ ഉണ്ടല്ലേ? ഉണ്ട്. പക്ഷെ ഇപ്പൊ റീസെന്റ് ടൈംസിലൊക്കെ തിരക്കൊക്കെ കുറച്ച് കുറഞ്ഞു. കാരണം ഈ വൈൽഡ് ലൈഫിന്റെ പ്രോബ്ലം ഒക്കെ ഉള്ളതുകൊണ്ട് ജനങ്ങളൊക്കെ പെട്ടെന്ന് ടൗൺ വിടും. അതെ അതെ, ഞാൻ ചോദിക്കാൻ കാരണം പണ്ടൊക്കെ ഈവൻ 8:30 9:30 വരെയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ അതങ്ങനെ സമയങ്ങൾ എല്ലാ ഷോപ്സും സമയമൊക്കെ ടൗണ് സജീവമാകുന്നത് സാറ്റർഡേ സൺഡേസിലാണ്. ഈ സമയത്തൊന്നും ആളുകൾ ഉണ്ടാകില്ല ടൗണിൽ. ആയതുകൊണ്ട് ആരും ഇങ്ങനെ ടൗണിലോട്ട് വരില്ല. വീക്കെൻഡ്സിൽ അവര് ആ വീക്കിലേക്കുള്ള ആവശ്യമുള്ള സാധനങ്ങളൊക്കെ പ്രൊക്യൂർ ചെയ്യാൻ വേണ്ടി ടൗണിലോട്ട് വരും. ഇതിപ്പോ എത്ര നാളായുണ്ട് ചേട്ടാ? ആക്ച്വലി ഇത് ഞങ്ങൾ ആരംഭിച്ചതല്ല, ഞങ്ങൾ കാർന്നവരായിട്ട് ആരംഭിച്ച സ്ഥാപനം. ഇത് 10-40 കൊല്ലം ഇവിടെ ജനിച്ചു വളർന്ന ആളുകളാണ്. ജനിച്ചു വളർന്ന ആൾക്കാർ. നമ്മുടെ അപ്പച്ചനൊക്കെയാണ് അവിടെ നിന്ന് വന്ന് നാട്ടിൽ നിന്ന് വന്നത്. കാലത്ത് ജീവിക്കാൻ വേണ്ടി വന്നതാണ്. എത്ര വർഷം മുമ്പ് അത് അവര് വന്നത്? പേരൻസ് വന്നത് ഒത്തിരി കൊല്ലായി. 60s-ലൊക്കെ വന്നതാണ്. 60s-ലൊക്കെ വന്നത്. പണ്ട് കുറെ കടകളുണ്ടായിരുന്നു. മെയിനായിട്ടൊരു ബിസിനസ്, നമ്മുടെ ഇടവക്കാർക്ക് അധികം ബിസിനസ് ഉള്ളത്. പക്ഷേ നേരത്തെ കുറെ ബിസിനസ് ഉണ്ടായിരുന്നു. ഇപ്പം ആളുകൾ നേരത്തെ 100-ലധികം ഫാമിലി ഉണ്ടായിരുന്നു. ഇപ്പം അത് 50ഓളം ഫാമിലിയായിട്ട് കുറഞ്ഞു. 50-55 ഫാമിലി ഇപ്പോഴും ഉള്ളൂ. കൊല്ലത്തിൽ എനിക്ക് തോന്നുന്നു അറൌണ്ട് 10,000 or 15,000 റേഷൻ കാർഡ്സ് ഹാസ് ബീൻ എയ്തർ സറണ്ടർഡ് ഓർ ട്രാൻസ്ഫർഡ്. ആ ഒരു ഇതാണ്. അത് ബിസിനസ്സിനെ ബാധിച്ചിട്ടുണ്ടല്ലോ.
வனத்து சின்னப்பர் சர்ச் எங்கே இருக்குதுன்னு பார்த்தீங்க அப்படின்னா, கோவை மறை மாவட்டத்தில் பொள்ளாச்சி மறைவட்டத்தில் இந்த புனித வனத்து சின்னப்பர் சர்ச் ஆலயம் எழுப்பப்பட்டு இருக்கிறது. இந்த ஆலயம் இருக்கிற இடம் எப்படிப்பட்டது அப்படின்னா, தேயிலை தோட்டத்திற்கு நடுவில் ஒரு வனாந்தரம், ஒரு காட்டுக்குள்ளாக இந்த ஆலயமானது அமைந்திருக்கிறது. ஆகவே இங்கே பார்த்தீங்க அப்படின்னா கிட்டத்தட்ட 5 எஸ்டேட் இருக்கும். இந்த பங்கை சார்ந்தவர்கள் 5 எஸ்டேட்லேருந்து வருகிறார்கள். அப்பர் பார்லை, லோவர் பார்லை, ரொட்டிக்கடை, ஐயர்வாடி, வாட்டர்ஃபால், இந்த பகுதியிலிருந்து வரக்கூடியவர்கள் தான் இந்த பங்கை சார்ந்த பங்கு மக்கள். இப்போது இந்த பங்கு வந்து புனித வனத்து சின்னப்பருக்கு ஒப்பு கொடுக்கப்பட்டதுனாலோ என்னவோ தெரியல, இந்த ஆலயத்தை சுற்றி நிறைய காட்டு மிருகங்களை நாம் பார்க்கலாம். சிறுத்தை இருக்குது, யானை இருக்குது, கரடி இருக்குது, சென்னாய் இருக்குது, காட்டு பன்றி இருக்குது. இதெல்லாம் இந்த ஆலயத்தை சுற்றி இருக்கும். ஆனால் இதுவரை இந்த புனிதருடைய அந்த பராமரிப்பால், உதவியால் எந்த ஒரு மனிதருக்கும் எந்த தீங்கும் நடந்ததில்லை. எல்லாம் நம்பிக்கையோடு வருவாங்க. இங்கே எல்லாருமே இந்த புனிதரை எப்படி அழைப்பாங்கன்னா, வனத்து சின்னப்பனாரே என்று சொல்லி அழைப்பார்கள். அதுதான் இந்த புனிதருடைய ஒரு ஸ்பெஷல். കഴിഞ്ഞ കൊല്ലം ഫെബ്രുവരി 6-ാം തീയതി എനിക്ക് ഫുഡ് പോയ്സണായി. അപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ എന്നെ അഡ്മിറ്റ് ചെയ്തപ്പോൾ അവർ ട്രിപ്സ് മാറ്റി കുത്തി. എന്നിട്ട് എൻ്റെ ശരീരം മുഴുവൻ ഇൻഫെക്ഷനായി, എണീക്കാൻ പറ്റാതെയായി. അപ്പോൾ എന്നെ തിരുപ്പൂർ ആസ്പത്രിയിലേക്ക് മാറ്റി. അവിടെ പോയി മരുന്ന് ചെയ്തപ്പോൾ എല്ലാം കാലിലേക്ക് ഇറങ്ങിയെല്ലാം. തിരിച്ച് വന്ന് എനിക്ക് എണീക്കാൻ പറ്റാതെ കുഞ്ഞു കുട്ടികളെ പോലെ എന്നെ എടുക്കാനും നടത്താനും ഒന്നും പറ്റാതെ ഇരുന്ന്, കണ്ണ് തുറക്കാൻ പറ്റാതെയായി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇവിടുത്തെ എനിക്ക് നന്മ വേണം, നന്മ തന്നാലേ എനിക്ക് മരുന്നും കൊണ്ട് സുഖമാവില്ല ഞാൻ പറഞ്ഞു. അപ്പോൾ വാൽപ്പാറയിലത്തെ വികാരി അച്ഛനോട് പറഞ്ഞു, തിരുപ്പൂർ പള്ളിയിലേക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറഞ്ഞു. അച്ഛൻ വന്ന് എനിക്ക് അടുത്ത സെക്കൻഡ് തന്നെ വന്ന് നന്മ തന്നു. ഞാൻ കണ്ണൊക്കെ തുറന്നു. എനിക്ക് ഹോസ്പിറ്റലിൽ വേണ്ട, എന്നെ വീട്ടിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മോനും ഹസ്ബൻഡും കൂടെ എന്നെ പൊക്കി ഈ പടിക്കെട്ടൊക്കെ കയറ്റി കൊണ്ടുവന്ന് ബെഞ്ചിൽ കിടത്തിച്ച്, ഞാൻ കുഞ്ഞുങ്ങളെപ്പോലെ ഞാൻ പ്രാർത്ഥിച്ചൊന്നുമില്ല. അവർ കണ്ണീരോടൊക്കെ പ്രാർത്ഥിച്ചു എൻ്റെ അമ്മ എണീക്കണമെന്ന്. എൻ്റെ മോൻ കുറേ കണ്ണീര് വിട്ട് പ്രാർത്ഥിച്ചു. എൻ്റെ ഹസ്ബൻഡും കുറേ പ്രാർത്ഥിച്ച് എനിക്ക് ഒരാഴ്ച കഴിഞ്ഞോണ്ട് ഞാൻ എണീറ്റിരിക്കാൻ തുടങ്ങി. എന്നാലും ആഹാരം കഴിച്ചാൽ വോമിറ്റ് തന്നെയായിരുന്നു. എന്നാലും ഞാൻ ഇന്ന് വരെ മരുന്നൊന്നും ഞാൻ കഴിച്ചിട്ടില്ല. മരുന്ന് കഴിക്കാതെ ദൈവത്തെ മാത്രം വിശ്വസിച്ച്, ചിന്നപ്പനാരെ മാത്രം വിശ്വസിച്ച് ഇപ്പം എനിക്ക് നല്ലപോലെ ഒറ്റയ്ക്ക് തന്നെ, സഹായമില്ലാതെ ഇന്നും ഞാൻ നടന്നു വന്നു. സഹായമില്ലാതെ നടന്നു വന്നത് എനിക്ക് സുഖമായി. ഞാൻ സുഖം പ്രാപിച്ചു ചിന്നപ്പനാരൻ്റെ ശക്തിയിലും അനുഗ്രഹത്തിലും. கேரளாவில் இந்த மாதிரி ஒரு ஸ்டாச்சு சர்ச்சுக்குள்ளே பார்க்கவே இல்லை. எனக்கு இதோட ஸ்பெஷல் என்ன ஃபாதர்? புனித வனத்து சின்னப்பன்னு சொல்லுகிற பொழுது ஸ்பெஷல் என்ன அப்படின்னா, நம்முடைய கத்தோலிக்க திரு அவையினுடைய முதல் தவ முனிவர் இவர் தான். இஸ் அ ஃபர்ஸ்ட் ஹெர்மிட்னு சொல்லுவாங்க. எனவே பாலைவனத்தில் கிட்டத்தட்ட 97 ஆண்டுகள் வந்து தபம் ஜபம் ஒருத்தலின் வழியாக கடவுளுக்கு தன்னை அர்ப்பணித்து வாழ்ந்தவர். எனவே கடவுள் இவருடைய அந்த விசுவாசத்தை நிமித்தமாக பல்வேறு விதத்தில் வந்து இவருக்கு பராமரிப்பை கொடுத்தார். குடிப்பதற்கு தண்ணீர் வந்து ஊற்றின் வழியாக கடவுள் கொடுத்தார். சாப்பிட்றதுக்கு உணவு வந்து காகத்தின் வழியாக கொடுத்தார். 2 சிங்கங்களின் வழியாக கடவுள் அவருக்கு பராமரிப்பை கொடுத்தார். ஆக அப்படிப்பட்ட அந்த புனிதரை நம்முடைய தாய் திருச்சபை, நம்முடைய கத்தோலிக்க தாய் திருச்சபை புனிதராக அங்கீகாரம் செய்தது. இப்போ அந்த ஸ்டாச்சு நம்ம பார்க்குற பொழுது அந்த புனிதருடைய பக்கத்தில் ஒரு ஸ்கல் இருக்கும் மண்டையோடு. இங்கே வருகின்ற பல்வேறு பக்தர்கள், ஜாதி மதம் எந்த ஒரு பாகுபாடு இல்லாமல் பல்வேறு மக்கள் இங்கே வருகிறார்கள். அதே சமயத்தில் பல்வேறு அற்புதங்களை பெறுகிறார்கள். இப்போ அவங்களாம் கேட்குற கேள்வியும் இதுதான், என்ன ஃபாதர் புனிதருடைய பக்கத்தில் ஒரு மண்டையோடு இருக்குன்னு கேட்பாங்க. அதனுடைய அர்த்தம் என்ன, அதனுடைய தியாலஜி இறையல் என்ன அப்படின்னா, அவர் இருந்தது ஒரு வனாந்தரம், ஒரு பாலைவனம். இப்போ அந்த பாலைவனத்தில் யாருமே இருக்க மாட்டாங்க. அப்போ அவர் அந்த மண்டையோட பார்க்குற பொழுதெல்லாம், நாளைக்கு நானும் இந்த மாதிரி தான் வந்து சாக போகிறேன், என்னுடைய தலையும் என்னுடைய வண்டியோடையும் இப்படி தான் சிதறி கிடக்க போகிறது. ஆகவே நல்ல ஒரு பியூரான லைஃப், ஒரு புனிதமான வாழ்க்கையை நான் வாழணும் அப்படின்னு சொல்லிட்டு அந்த மண்டையோட வந்து பக்கத்துலேயே அவர் வச்சிருப்பாராம். இதுதான் அதனுடைய தியாலஜி.
மஞ்சக்கம்மாவில் ஒரே பையன் 2 பொண்ணு. அப்போ அந்த பையனுக்கு காய்ச்சல், வைரஸ் காய்ச்சல், மஞ்சக்காமலே இருக்கு, உயிருக்கு போராடிட்டு கிடந்தான். அப்போ நான் மலைக்கு வரணும். அப்போ சிலுவை பாதைக்கு ஃபஸ்ட்டு கடைசி வெள்ளிக்கு சிலுவை பாதைக்கு மேலே போகும்போது அப்போ அந்த வனச்சின்னப்பரே நான் மேலே மலைக்கு போயிட்டு வரங்குள்ள என் பையன் நல்லா சுகமாகணும் அப்படின்னு நான் அங்கேருந்தே இந்த 14 ஸ்தலமும் நான் ஜெபம் பண்ணி அழுதுகிட்டே போனேன். இப்போ மேலே போயிட்டு கீழே வரும்போது 1 மாதம் கஞ்சி தண்ணி இல்லாமல் என் பையன் ரொம்ப போராடி இருக்கான், சாகுற மாதிரி கிடந்தான். இப்போ என் பையன் நல்லா ஆயிட்டான். கீழே வந்து வீட்டுக்கு இங்கே சாப்பிட கூட செய்யலை. வீட்டுக்கு போயிட்டு ஐயோ பிள்ளை என்ன செய்தோ எப்படி கிடக்கோ அப்படின்னு. அங்கே போனும்போது பையன் நல்லா எந்திரிச்சு தட்டாப்பட்டான்னு குளிச்சுட்டு எங்கேயோ கிளம்பி போயிட்டாங்க. ஃபாதர் அன்னையிலேருந்து இன்ன வரைக்கும் சின்னப்பர் புண்ணியத்தில் என் பையனுக்கு ஒன்று. நான் இங்கே வந்து கிட்டத்தட்ட இது எனக்கு 4வது வருஷம், 4th இயர். நான் பார்க்குற பொழுது இங்கே ஒவ்வொரு 2வது வெள்ளிக்கிழமை வந்து ஃபாஸ்டிங் ப்ரேயர் நடக்கும். அந்த ஃபாஸ்டிங் ப்ரேயரில் பார்த்தீங்க அப்படின்னா காலை 9:30லேருந்து ஈவினிங் 4:30 வரைக்கும் நடக்கும். இதில் பார்த்தீங்க அப்படின்னா எல்லாருமே ஹிந்துஸ் வருவாங்க, நம்மளுடைய கிறிஸ்தவர்கள் வருவாங்க, முஸ்லீம்ஸ் வருவாங்க. வருவதோடு மட்டும் இல்லாமல் இங்கே வந்து சாட்சியம் சொல்லுவாங்க. அதில் சாட்சியம் சொல்கிறவங்க நிறைய பேர் வந்து பிற மதத்தை சார்ந்த சகோதர சகோதரிகள். വാൽപ്പാറ ഇഷ്ടപ്പെട്ടോ? അത് ഇഷ്ടപ്പെടാതിരിക്കാൻ കാരണങ്ങളില്ലല്ലോ. കാണാൻ സുന്ദരമാണ്. അതിപ്പോഴാണ് നമ്മൾ ഇവിടുത്തെ ഈ ഒരു മഠത്തിന്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞത്. പക്ഷെ നമ്മുടെ ഇവിടുത്തെ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? 2005 ഇവിടെ തുടങ്ങി. അപ്പോൾ നമ്മൾ ആദ്യമൊക്കെ കുറച്ച് എസ്റ്റേറ്റുകളിൽ പോയി. അന്ന് വണ്ടിയൊന്നും ഉണ്ടായിരുന്നില്ല, ഒക്കെ ബസ്സിലും നടന്നൊക്കെ പോയിരുന്നു. പക്ഷെ ഇവിടെ വന്യമൃഗങ്ങളുടെ ശല്യം ഭയങ്കരമാണ്. ശ്രദ്ധിച്ചില്ലെങ്കിൽ അപകടങ്ങൾ നടക്കും. അപ്പോൾ അങ്ങനെ സിസ്റ്റേഴ്സ് ഒത്തിരി മഴയും ഇവിടെ ഒരു 8 മാസവും മഴയായിരിക്കും, നിൽക്കാത്ത മഴ. അപ്പോൾ ഈ മഴയത്ത് ഇങ്ങനെ പോയി ഈ എസ്റ്റേറ്റൊക്കെ വിസിറ്റ് ചെയ്ത് അവരുടെ സ്ഥിതിഗതികളൊക്കെ പഠിച്ചറിയുമ്പോൾ അവർ മിക്കവരും മണി ലെൻഡേഴ്സിൻ്റെ ക്ലച്ചസിലാണ്, അടിമത്തത്തിലാണ്. അവർ ജോലി ചെയ്ത് കിട്ടുന്ന പൈസ ഭൂരിഭാഗവും മണി ലെൻഡേഴ്സിന് കൊടുക്കാനേ ഉള്ളൂ, ഭക്ഷണം കഴിക്കാനുണ്ടാവില്ല. ആ രീതിയിലായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് അവരെ രക്ഷിക്കുക എന്നുള്ളതാണ് ഈ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പിൻ്റെ, അതായത് അയൽക്കൂട്ടം, അതിൻ്റെ ലക്ഷ്യം. അപ്പോൾ അവരെ ആദ്യം നമ്മൾ സേവിങ് ഹാബിറ്റ് പഠിപ്പിക്കും. കിട്ടുന്ന പൈസ അപ്പാപ്പ് ചിലവ് ചെയ്യാതെ എങ്ങനെ സേവ് ചെയ്യണം, ബാങ്കായിട്ടുള്ളൊരു ബന്ധം, ലിങ്കേജ് അതൊന്നും അവർക്കില്ല, അവർക്ക് അങ്ങനത്തെ പരിചയങ്ങളില്ല. അത് നമ്മൾ പരിചയപ്പെടുത്തി കൊടുത്ത് പരിശീലനം വഴിയാണ് എല്ലാം ചെയ്തിരിക്കുന്നത്. അങ്ങനെ അവർ നല്ല ലീഡർഷിപ്പൊക്കെ അവർ വളർത്തി സ്വന്തം കാലിൽ നിൽക്കാനായിട്ട് അവരെ യോഗ്യരാക്കുക എന്നുള്ളതാണ്. പിന്നെ ഈ പറഞ്ഞോണം ജെൻഡർ ഡിഫറൻസ് അത് ഭയങ്കരമാണ്. പെൺകുട്ടികൾക്ക് വലിയ പ്രാധാന്യമില്ല, അവർ പഠിക്കേണ്ട എന്നൊക്കെയാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ ഒത്തിരി അവയർനെസ് പ്രോഗ്രാംസ് ക്ലാസ്സുകളൊക്കെ കൊടുത്ത് അവർ ഡെവലപ്പായി. ഈ ക്യാഷൊക്കെ കെട്ടാനുള്ള സ്ഥലമാണ്. ഈ സ്ത്രീകൾ പൈസ കൊണ്ട് കെട്ടും എസ്റ്റേറ്റിൽ നിന്ന് വന്നിട്ട്. എപ്പോഴും അവർക്ക് ബാങ്കിലേക്ക് പോകാനുള്ള സൗകര്യം ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെയാണ് കൊണ്ട് കെട്ടുക. അപ്പോൾ അതുപോലെ പൈസ കടം വാങ്ങിയത് പലതും ഇവിടെ കൊണ്ട് കെട്ടും. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം ഹെൽത്ത് ഫെസിലിറ്റീസ് ഇല്ല എന്നുള്ളതാണ് വാൽപ്പാറയിൽ. എന്തെങ്കിലും അസുഖം വന്നാൽ ആൾ താഴെ പോകണം, അയാൾ എത്ര ദൂരം നിങ്ങൾക്ക് അറിയാം. അപ്പോൾ അങ്ങനെ ഇവിടെ ഹെൽത്തിന് വളരെ സൗകര്യങ്ങൾ കുറവായതുകൊണ്ട് നമ്മളൊരു ഹോമിയോ ക്ലിനിക്ക് ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ്. അതിന് സിസ്റ്റർ ഡോക്ടർ അൽഫോൻസ MD ആണ്, ഹോമിയോ MD. സിസ്റ്റർ ഇപ്പം ഡെയിലി ഇത് ഓടിച്ചാടി പരിചയമായിരിക്കുമല്ലോ അല്ലേ? പക്ഷെ സൂക്ഷിക്കണ്ട്, ഈ നമ്മുടെ കണ്ണിനൊക്കെ മുമ്പിലത്തെ അത്ര സൈറ്റ് കുറച്ച് സൂക്ഷിച്ചില്ലെങ്കിൽ ചിലപ്പോൾ വീഴും. ഇപ്പോൾ ഒരു ട്രെയിനിങ് ഇവിടെ നടക്കുകയാണ്, NULFൻ്റെ ഒരു 50 days ട്രെയിനിങ്. അത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു സ്കീമാണ്. ഈ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഇവർക്ക് പുറത്തും കൂടെ പോയി ജോലി ചെയ്യാം. ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഈ കുട്ടികൾ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ അവർ സമയം എങ്ങനെ സ്പെൻഡ് ചെയ്യണം എന്നുള്ളത്. മാതാപിതാക്കൾ 6 മണി 7 മണിയാവും എസ്റ്റേറ്റിൽ നിന്ന് വരാനായിട്ട്.
അപ്പോൾ ഈ വീടുകൾ നിങ്ങൾ കണ്ടു കാണും, അടുത്തടുത്തുള്ള വീടുകളാണ്. അപ്പോൾ ഒത്തിരി മോറൽ പ്രോബ്ലംസ് വരുന്നു. മാത്രമല്ല സൂയിസൈഡ് വരെ ഒത്തിരി നടക്കും ഈ കാരണം കൊണ്ട്. സൂയിസൈഡ് ഒത്തിരി കേസുകളുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ കൂടുതൽ കണ്ടതുകൊണ്ടാണ് നമ്മൾ ഈ സെൻ്ററുകൾ തുടങ്ങിയത്. ഇങ്ങനെ 17 സെൻറ്റർ വാൽപ്പാറയിൽ നമ്മൾ നടത്തുന്നുണ്ട്. അച്ഛാ, എങ്ങനെയുണ്ട് വാൽപ്പാറ? വാൽപ്പാറയുടെ പ്രത്യേകത നമുക്ക് ഇതുപോലൊരു അനുഭവം വേറെ എവിടെയും കിട്ടില്ല. അതിൽ തന്നെ ഒരുപാട് ഒളിഞ്ഞിരിക്കുന്നുണ്ട് ആ അനുഭവം എന്ന് പറഞ്ഞതിൽ. അതെങ്ങനെയാത്? അതായത് ഇവിടെ ഈ വന്ന അച്ഛന്മാർക്ക് വീണ്ടും വരാൻ ആഗ്രഹമുണ്ട്. അതുപോലെ ഇവിടെ ഒരു ധ്യാനത്തിനോ അല്ലെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ ഞങ്ങളുടെ പെരുന്നാൾ വന്ന അച്ഛൻ മരിയ വിയനൂർ കോൺഗ്രസിനാണ്. അച്ഛൻ എപ്പോഴും പറയും വാൽപ്പാറയിൽ വരണം. അതുപോലെ എൻ്റെ ബാച്ചാരെല്ലാം പറയും അച്ഛൻ മാറിയാലേ ഞാൻ വരുന്നു. അതുകൊണ്ട് വാൽപ്പാറ എല്ലാവർക്കും ഇഷ്ടമാണ്. അത് വാൽപ്പാറയുടെ ജിയോഗ്രഫി മാത്രമല്ല, ആളുകൾ അതുപോലെ തന്നെയാണ്. നമ്മുടെ ഇടത്തും വലത്തായിട്ട് ഇരിക്കാണല്ലോ അല്ലേ, രണ്ട് കൈക്കാരന്മാരാ. അതെ. ഈ വാൽപ്പാറ എന്ന് പറയുമ്പോൾ കാണാൻ അതിസുന്ദരിയായിട്ട് അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന ഒരു കക്ഷി തന്നെയാണ്. എന്നാലും വാൽപ്പാറയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ കാടും നാടൊക്കെ ഒന്നായി കിടക്കുന്ന അതിസുന്ദരമായിട്ടുള്ള സ്ഥലമാകുമ്പോൾ അതിനോടനുബന്ധിച്ച് കുറേ കാട്ടുമൃഗങ്ങളുടെ കുറച്ച് പ്രശ്നങ്ങൾ കൂടിയുണ്ട് അല്ലേ? ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ഇത് അങ്ങനെ വരാറില്ല. തോട്ടം മേഖലയിലാണ് അല്ലേ അതിന്റെ ബുദ്ധിമുട്ട് വരുന്നത് അധികവും. നമ്മളിങ്ങനെ കൂടുതൽ സൂക്ഷിക്കാണ്. രാത്രിയൊക്കെ പുറത്തിറങ്ങാണ്ട് നോക്കാം. പിള്ളേരെ കൊണ്ട് വൈകുന്നേരമായി കഴിഞ്ഞാൽ പുറത്തു പോകാതിരിക്കുക. ശ്രദ്ധിക്കുന്നുണ്ട്. ഫീൽഡുള്ള സ്ഥലങ്ങളിൽ ഈ പ്രശ്നങ്ങൾ. ടൗണിൽ അങ്ങനെ കൂടുതൽ വന്യമൃഗങ്ങളുടെ പ്രശ്നങ്ങളൊന്നും പറയാനില്ല. പക്ഷെ ടൗണിലടക്കം പുലി വരാറുണ്ട് കേട്ടോ. ടൗണിലൊക്കെ വരാറുണ്ട്. പള്ളിയിലടക്കം വന്നിട്ടുണ്ട്, ആന വന്നിട്ടുണ്ട്, പുലി വന്നിട്ടുണ്ട്. സൂക്ഷിക്കേണ്ട ഒരു പണ്ടെങ്ങനെ ഇല്ലായിരുന്നു, അതാ പ്രത്യേകത. പണ്ട് ഇത്ര ശല്യമില്ലായിരുന്നു. ഞങ്ങളുടെ ഈ ജനറേഷനൊക്കെ ചെറുപ്പത്തിലൂടെ ഉള്ള കാലത്തൊന്നും രാത്രി സെക്കൻഡ് ഷോ സിനിമയ്ക്ക് പോക്കും അതും ഇതൊക്കെ ഉണ്ട് ഞങ്ങൾ കടപൂട്ടിയിട്ടൊക്കെ. പക്ഷെ അന്നൊന്നും ഈ വക പ്രശ്നങ്ങളൊന്നുമില്ല. പോപ്പുലേഷൻ കുറെ ഉണ്ടായിരുന്നു പണ്ട് ഇവിടെ. പോപ്പുലേഷൻ കുറഞ്ഞു, പക്ഷേ മൃഗങ്ങൾ കൂടി. പിന്നെ ഈ മൃഗങ്ങൾക്ക് വലിയ സംരക്ഷണം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്. അവരൊന്നും അതൊന്നും നമ്മളൊന്നും ചെയ്യാൻ പറ്റില്ല. അതെ 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 അതെ. മൃഗസംരക്ഷണ നിയമങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്നു. അതനുസരിച്ചുള്ള ബുദ്ധിമുട്ട് ഇവിടെ ഉണ്ട്. പിന്നെ ജനങ്ങളും ഈ തേയില ഫീൽഡ് വിട്ട് പുറത്തേക്ക് പോകാൻ തുടങ്ങി. കാരണം മറ്റുള്ള ജോലികളിലേക്കാണ് കൂടുതൽ താല്പര്യം. ഇവിടെ ഈ മഞ്ഞുകാലത്തൊക്കെ ഈ തേയില ഫാക്ടറിയിലും മറ്റേ ഫീൽഡിലൊക്കെ പണിയെടുക്കാനുള്ള ആളുകളുടെ പുതിയ ജനറേഷന് താല്പര്യം കുറവ്. തമിഴ്നാട്ടുകാരായിരുന്നു അല്ലേ ഇവിടെ അധികം? ഇപ്പം ശരിക്കും ജാർഖണ്ഡ്, ആസാം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നാണ്. ഒരു ഹോസ്പിറ്റൽ കേസൊക്കെ അത്യാവശ്യമായിട്ട് വന്നു കഴിഞ്ഞാൽ എവിടേക്കാണ് അവിടെ നിന്നുള്ള ആളുകൾ പോകുന്നത്? പൊള്ളാച്ചി എത്തണം. കൂടുതൽ സൗകര്യം ദൂരം കൊണ്ട് പൊള്ളാച്ചിയും അല്ല വാൽപ്പാറയിൽ നിന്ന് ചാലക്കുടിക്കും കോയമ്പത്തൂർക്കും പാലക്കാടും ഒരേ ദൂരമാണ്. പക്ഷെ നമുക്ക് ചാലക്കുടി എത്തുക എന്ന് പറഞ്ഞാൽ റോഡ് വളരെ മോശമാണ്. കേരളത്തിന്റെ റോഡ് പ്രത്യേകിച്ച് കൂടുതലും കോയമ്പത്തൂരിലേക്കാണ് കൊണ്ടുപോകണേ. മറ്റുള്ള 2 സ്ഥലം വന്നിട്ട് ഒന്ന് സംസ്ഥാനം മാറിയല്ലോ, കേരളത്തിലേക്ക് കിടക്കണ്ട. അപ്പോൾ അതിനായിട്ടുള്ള ചില ബുദ്ധിമുട്ട് എമർജൻസി ആയിട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നത് കോയമ്പത്തൂർ. യാത്രയൊന്നും ബുദ്ധിമുട്ടില്ല കേട്ടോ. എപ്പോൾ വേണമെങ്കിലും ബസ്സുണ്ട്. ബസ്സുണ്ട്, നല്ല റോഡാണ്. അത് മാത്രമല്ല ഇവിടെ ചെക്ക് പോസ്റ്റ് 2 പ്രശ്നമാണ്. 6 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെക്ക് പോസ്റ്റ് കേരളത്തിലേക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ ഒരാളെ രോഗിയെ കൊണ്ടുപോകണമെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ. ഓക്കെ. എന്തുകൊണ്ടാണ് ആളുകൾ ഇങ്ങോട്ട് കുടിയേറാനുള്ള ഒരു കാരണം? അന്ന് പണ്ട് പഴയ കാലത്ത് ഉപജീവനത്തിന് വേണ്ടി തന്നെ, വയറ്റിപ്പഴുപ്പ് തന്നെ, ഉപജീവനത്തിന് വേണ്ടി തന്നെ അന്ന് സ്ഥിരം പണിയുണ്ടല്ലോ. അത് അങ്ങനെയല്ല. അതായത് എസ്റ്റേറ്റുകളിൽ എല്ലാ സൗകര്യവും കൊടുക്കുന്നുണ്ട്. നമുക്ക് മെഡിക്കൽ സൗകര്യം ബന്ധപ്പെട്ടാണ് ആളുകൾ. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ നിരന്തരം ജോലി.
ഫുൾ ടൈം ജോലി എല്ലാം. അതാണല്ലോ വേണ്ടത് ഒരു മനുഷ്യന് ജീവിക്കാൻ. പിന്നെ എല്ലാ സൗകര്യങ്ങളും, സ്കൂള്, എല്ലാ ആവശ്യങ്ങളും എസ്റ്റേറ്റുകാർ നോക്കുമായിരുന്നു. അപ്പോൾ നോക്കുമ്പോൾ അവിടത്തേക്കാൾ സുഖം ഇവിടെയായിരുന്നു. വാൽപ്പാറയിലെ പുതിയ പുലരി. കോടമഞ്ഞിന്റെ വശ്യതയും ഗന്ധവും, കൺകുളിർക്കെ കാഴ്ചകൾ. വെറുതെയല്ല ആളുകൾ വാൽപ്പാറയെ 7ാം സ്വർഗം എന്നൊക്കെ വിശേഷിപ്പിച്ചത്. ഇന്ന് തിരിച്ചിറങ്ങുന്നതിന് മുൻപ് കുറച്ച് യാത്രകൾ കൂടിയുണ്ട്. വിശുദ്ധ സന്നിധിയിൽ നിന്ന് തന്നെ ഈ ദിനവും ആരംഭിക്കാം. ഹായ്, ഇത് എന്നാ സൗണ്ട് ഇല്ലേ? ഹലോ, ഇതൊക്കെ മേലെ ഹലോ, അതൊക്കെ മേലെ ഹലോ. எப்படி இருக்க? நல்லா இருக்காங்களா? எவ்வளோ ஸ்டாண்டர்டு நீங்க? ஃபஸ்ட்டுன்னு கேட்டேன், ஆனால் காணிக்கிறது 2 தானே. அது என்ன? இதுதான் ஃபஸ்ட்டா? செகண்ட் இருக்கு. ஓகே 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 ஓகே. நான் ஃபஸ்ட்டு. நான் வந்து உங்களோட இந்த நாடு இல்லையா, இந்த வால்பாறை பார்க்கறதுக்காக வந்துட்டேன். நல்ல ரசமாக இருக்குது, நல்ல அழகாக இருக்கு அவங்க நாடு இல்லை? உங்களுக்கு ரொம்ப பயமாக இருந்த விஷயம் என்னன்னு என்னோட சொல்லிட்டாங்களா? இந்த புலியா ஆனையா இதெல்லாம் வருமா அங்கே? வருவா? நீ பார்த்துருக்கியா? அது சரி. எப்போ எங்கே பார்த்த? நீங்கள் பார்த்துருக்கா? சரி 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 சரி. நான் இங்கே வந்தது உங்களோட இந்த ஊர் பார்க்கறதுக்காக. ஆனால் அதுக்கப்புறம் உங்களுக்கு ஒரு கிஃப்ட் கொடுக்கறதுக்கும். கிஃப்ட் வேணுமா? வேணுமா? சொல்லு, வேணுமா? ஆனால் எனக்கு ஒரு பாட்டு, அது யார் பாடி தருவாங்களே? ரெடியா? ரெடி, 1 2 3. என்ன பூவு தலையில? சூரிய உதிச்ச மாதிரி இருக்க. இது என்ன பூவு?
താങ്ക് യു പൂവ്. ഓക്കെ. நான் ஹெல்ப் பண்ணட்டுமா? நமக்கு சேர்ந்து வரக்கலாம்ல? யாரு யார் போல இருக்கிற? நீதானா குட்டி பாப்பாவா? பேர் என்னம்மா? My name is Jennifer. சரி, என்ன வரட்டுமா? நல்லா படிக்கணும் கேട്ടോ. Yes sir. அதே மாதிரி நல்லா வரைக்கணும். கிரைம்ஸ் எல்லாம் இருக்கால? Yes sir. சரிங்க, thank you. Bye. Bye sir. என்னை விட்டு கொடுக்காதவர், என்னை நடத்துகின்றவர், என்னை பாதுகாப்பவர், என் நேசர் நீரே. நான் வழி மாறும்போது என் பாதை காத்தினீர், என்னால் முடியாத போது என்னை தூக்கி நடத்தினீர். நான் வழி மாறும்போது என் பாதை காத்தினீர், என்னால் முடியாத போது என்னை தூக்கி நடத்தினீர். കണ്ടു തീർക്കാനാവാത്തത്ര കാഴ്ചകളാണ് വാൽപ്പാറയിൽ. സൃഷ്ടിയുടെ ഏറ്റവും സുന്ദരമായ ഇടങ്ങളിലൊന്ന്. ചാലക്കുടിയിൽ തുടങ്ങി മലക്കപ്പാറ വഴി വാൽപ്പാറ, അവിടെ നിന്ന് പൊള്ളാച്ചി വഴി തിരിച്ചിറക്കം. അതിനിടയിൽ കൂട്ടായവർ ഏറെ. ജോസച്ചൻ, ശിവേട്ടൻ, ഷാജിയച്ചൻ, കട്ട സപ്പോർട്ടായി വാൽപ്പാറയിലെ ചേട്ടന്മാർ. ചെറുചിരിയുടെ നനുത്ത തേങ്ങലായി അന്നമ്മച്ചി. ഓർമ്മകൾക്കൊപ്പം യാത്ര തുടരുകയാണ് അടുത്ത ലക്ഷ്യത്തിലേക്ക്.